എന്നാൽ ഒരു ടീച്ചറായ അമ്മയുടെ പരിഭവം കിട്ടും. അവൻ എന്താണ് ആ ഫുൾ കണക്കും ചെയ്ത് മുഴുവൻ മാർക്കും വാങ്ങിക്കാത്തത്? എല്ലാ കുട്ടികൾക്കും ഫുൾ കണക്കും ചെയ്യാനും മുഴുവൻ മാർക്ക് വാങ്ങിക്കാനും ഒന്നും സാധിച്ചു എന്ന് വരില്ല. എല്ലാ കുട്ടികളും ഐൻസ്റ്റീൻ അല്ല. അല്ലെങ്കിൽ തന്നെ ഐൻസ്റ്റീൻ കുട്ടിക്കാലത്ത് ക്ലാസ്സിൽ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. കുട്ടികളെ അവരുടെ ഒരു താളം മനസ്സിലാക്കി വളർത്തുന്നത് നന്നായിരിക്കും. എല്ലാ കുട്ടികളെ അമിതമായി സമ്മർദ്ദം ചെയ്ത് പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റാക്കാനും ഫുൾ മാർക്ക് വാങ്ങിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർ ചിലപ്പോൾ അങ്ങ് പൊട്ടി നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടെ വളരെ കൂടുതലാണ്. ഓരോ കുഞ്ഞുങ്ങളുടെയും ജെനറ്റിക്സും അവരുടെ ഇൻ്റലിജൻസും ഒക്കെ ഡിഫറെൻ്റാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന എൻവയോൺമെൻറ്റും അവർക്ക് കിട്ടിയിരിക്കുന്ന ഫിസിക്കൽ കപ്പാസിറ്റി, മെൻ്റൽ കപ്പാസിറ്റി ഒക്കെ ഡിഫറെൻ്റാണ്. അതിനൊക്കെ അനുസരിച്ച് അവരവരുടെ ബെസ്റ്റ് എഫേർട്ടുകൾ ഇടുന്നു എന്ന് മാത്രം നോക്കുക. കുറച്ചൊക്കെ മാർക്ക് കുറയുന്നതും അല്ലെങ്കിൽ കുറച്ചൊക്കെ മാർക്ക് വാങ്ങിക്കാതിരിക്കുന്നതും ഒക്കെ നല്ലതാണ്. കുറച്ച് തെറ്റുകളുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. നമ്മൾ ഈ മാതാപിതാക്കൾക്ക് കിട്ടാതെ പോയതെല്ലാം കുട്ടികളിലൂടെ നേടിയെടുക്കാനൊക്കെ ശ്രമിച്ചാൽ കുട്ടികളെ നശിപ്പിച്ച് കളയരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു റബ്ബർ ബാൻഡ് പോലെയാണ്. വലിക്കാൻ കുഴപ്പമില്ല, പൊട്ടിക്കരുത്.